നമസ്കാരം ഗൈസ്. ഇപ്പോഴിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇന്ന് കണ്ട ഒരു വാർത്ത കേട്ടിട്ടാണ്. കഴിഞ്ഞ ദിവസമെല്ലാം നമ്മളെല്ലാം വളരെയേറെ കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ. മലബാറിലുള്ളൊരു സ്ത്രീ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു യുവാവ് തൻ്റെ കൈകൊണ്ട് അവരുടെ മാറിടത്തിൽ ടച്ച് ചെയ്യുന്നതായിട്ട് ആ വീഡിയോ നമുക്ക് കാണുമെന്നറിയാം. ആ ഒരു സ്ത്രീ ഒരു കല്യാണം കഴിഞ്ഞ സ്ത്രീയാണ്. അവർ നെഞ്ച് ചേർത്തുകൊണ്ട് ആ പുരുഷൻ്റെ സൈഡിലേക്ക് നിന്നിട്ടാണ് അവർ സെൽഫി ആയിട്ട് ഈ വീഡിയോ പിടിക്കുന്നത്. അപ്പം ഇവർ പറയുന്നത് ഇവരെ പല പ്രാവശ്യമായിട്ട് അയാൾ ടച്ച് ചെയ്യുന്നു. നമുക്കറിയാം തിരക്കുള്ള ബസ്, നമ്മളെല്ലാം യാത്ര ചെയ്യുന്നതാണ്. ഇപ്പം ഞാനും മാർക്കറ്റിംഗ് ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളാണ്, ധാരാളം യാത്ര ചെയ്യുന്ന ആളാണ്. തിരക്കുള്ള ബസ്സിൽ തട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീയും പുരുഷനും അടുത്ത് നിൽക്കുകയാണ്. അവരൊന്ന് ചെരിഞ്ഞ് സൈഡ് ഒതുങ്ങി നിന്ന് യാത്ര ചെയ്യും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കംഫർട്ടബിളായിട്ട് നിന്ന് യാത്ര ചെയ്യും. പിന്നെ ചില ആളുകളുണ്ടായിരിക്കാം, ഞരമ്പ് രോഗമുള്ള ആളുകളുണ്ടായിരിക്കാം. അവർ ചിലപ്പോൾ തട്ടുകയും മുട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകൾ എന്ത് ചെയ്യുക, അവരോട് നേരെ പ്രതിരോധിക്കുക, മാറി നിൽക്ക്, അല്ലെങ്കിൽ അവർ മാറി ഒഴിഞ്ഞ് മാറി നിൽക്കും. പക്ഷേ ഇവിടെ നമുക്ക് ഇവിടേക്ക് അത് കൃത്യമായിട്ട് അയാളൊരു ഒരു മനുഷ്യനാണ്. അയാൾ അറിഞ്ഞുകൊണ്ട് അവരെ ടച്ച് ചെയ്യുന്നതായിട്ട് നമുക്കൊരിക്കലും ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ഇവർ നെഞ്ച് ചേർത്ത് പിടിച്ചിട്ട് ചേർത്ത് ചെന്നിട്ട് സെൽഫി എടുത്ത് വീഡിയോ എടുത്തിട്ട് അവർ വൈറലാകാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് താഴെ കാണുമ്പോൾ മനസ്സിലാവും, ഞാനത് കാണിക്കാതെ. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പുരുഷൻ അദ്ദേഹം കല്യാണം കഴിക്കാത്തതാണ്, ഏതോ ടെക്സ്റ്റൈൽസിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഈ വാർത്ത പബ്ലിസിറ്റി ചെയ്യാൻ തുടർന്ന് അയാൾ ഇപ്പോൾ ആത്മഹത്യ ചെയ്യുന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ നോക്കിയപ്പോൾ കുറേ ദിവസങ്ങൾ നമ്മുടെ കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാം ഓരോ ദിവസവും കൊലപാതകവും ആത്മഹത്യയും ഒക്കെയാണ്. മോറലി വളരെ മോശം കൾച്ചറാണ് ഇപ്പോൾ കേരളത്തിൽ ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ ഉള്ളത്. ഇപ്പം സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, കല്യാണം കഴിയാത്ത പിള്ളേരാണെങ്കിൽ അവർക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്താൽ അവരന്നേരം മാറി നിൽക്കും. ഈ കല്യാണം കഴിഞ്ഞ് 2-3 പിള്ളേരായ സ്ത്രീകൾ യാതൊരു നാണവും മാനവും ഇല്ലാതെ ഇങ്ങനെ കയറി വീഡിയോ എടുത്തിട്ട് അവർ വൈറലാകാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, സോഷ്യൽ മീഡിയ കൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നില്ല. നമുക്ക് എന്തെല്ലാം മോറലായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ കണ്ടൻറ്റുകളുണ്ട്. ഈ സ്ത്രീകൾക്ക് അവരുടെ അടുക്കള പറമ്പിലെ കൃഷി ആയിക്കോട്ടെ, വീട്ടിലെ നല്ല നല്ല കാര്യങ്ങളായിക്കോട്ടെ, ചെയ്യുന്ന വീഡിയോ കൊണ്ട് ഒരാൾക്കെങ്കിലും ഉപകാരം കിട്ടുന്ന എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതൊന്നും ചെയ്യാതെ കണ്ട് മറ്റുള്ള ആളുകളെ കരിവാരത്തേക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിലെ ചെറിയ ചെറിയ ന്യൂനതകൾ കണ്ടെത്തിയിട്ട് അവരുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. ഇത് സമൂഹത്തിന് ഒട്ടും നല്ലതല്ല, സമൂഹത്തിന് നല്ല മെസ്സേജല്ല ചെയ്യുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കൂടെ ഒരു ഇടപെടലുണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഇപ്പോൾ ആ സ്ത്രീ കാണിച്ചത് കൊണ്ട് ഒരു കുടുംബമാണ്, അതിൽ ഒരു അമ്മയും മോനുമാണ്. ആ മോൻ ആത്മഹത്യ ചെയ്തു. അവൻ വളരെ ടെൻഷനിലായിരുന്നു, ഭയങ്കര ഡിപ്രസ്ഡ് മൂഡിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എന്നാണ് അവരുടെ ഫ്രണ്ട്സിലൂടെ നമുക്ക് വാർത്തയ്ക്കകത്ത് കാണാൻ സാധിച്ചത്. ദൈവത്തെ ഓർത്ത് പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ വീഡിയോ ചെയ്യുന്നതൊക്കെ നല്ലതാണ്, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാൻ നല്ലതാണ്. അത് നിങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. പ്രത്യേകിച്ച് എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളൊരു കാര്യം ഇതാണ്.